ഒരു നേതാവിൻ്റെയോ ഒരു ഗ്രൂപ്പിൻ്റെയോ ആളാകാതെ നിഷ്പക്ഷമായി ചിന്തിച്ചു കഴിഞ്ഞാൽ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വരാൻ യോഗ്യനായ ഒരു വ്യക്തി ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് പ്രതിപക്ഷ നേതാവായ ശ്രീ വി ഡി സതീശൻ തന്നെയായിരിക്കും. കാരണം UDFിൻ്റെ ഈ വിജയത്തിന് പിന്നിൽ പ്രതിപക്ഷ നേതാവായ ശ്രീ വി ഡി സതീശന് വലിയ പങ്കുണ്ട് എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. കഴിഞ്ഞ 5 വർഷക്കാലം പ്രതിപക്ഷ സ്ഥാനത്തിരുന്നുകൊണ്ട് അദ്ദേഹം ചെയ്ത പ്രവർത്തനങ്ങൾ പ്രശംസനീയമാണ്. അദ്ദേഹത്തിന്റെ ആ ഒരു പ്രവർത്തനങ്ങൾ കണ്ട് കേരളത്തിലെ കോൺഗ്രസ്സുകാർ ഒന്നടങ്കം പ്രശംസിക്കുകയുണ്ടായി. നിയമസഭയിൽ പലപ്പോഴായി അദ്ദേഹം നടത്തിയ പല പ്രഭാഷണങ്ങളും വളരെയധികം ശ്രദ്ധേയമായിരുന്നു. കൃത്യമായ രാഷ്ട്രീയ നിലപാടുള്ള, രാഷ്ട്രീയ ബോധ്യമുള്ള ഒരു പ്രതിപക്ഷ നേതാവായിരുന്നു ശ്രീ വി ഡി സതീശൻ. തെരഞ്ഞെടുപ്പിന്റെ സമയത്തും അദ്ദേഹം നടത്തിയ പ്രവർത്തനങ്ങൾ വളരെയധികം മികച്ചതായിരുന്നു. എന്നാൽ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് UDF വലിയൊരു മികച്ച വിജയം കരസ്ഥമാക്കി അധികാരത്തിലേക്ക് കയറിയപ്പോൾ മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്നും അദ്ദേഹത്തെ ഒഴിവാക്കുന്ന ഒരു പ്രവണത അതിനോടൊരിക്കലും യോജിക്കാൻ കഴിയില്ല. നമുക്കറിയാം, കേരളത്തിന്റെ മുഖ്യമന്ത്രിയായ പിണറായി വിജയനെ പ്രതിപക്ഷ നേതാവായിരുന്ന സമയത്ത് ശ്രീ വി ഡി സതീശൻ പരസ്യമായി ഒരു സംവാദത്തിന് വെല്ലുവിളിക്കുകയുണ്ടായി. ഒരുപക്ഷെ കേരള ചരിത്രത്തിൽ ഇതുപോലെ ആർജവമുള്ള, ഇത്രയധികം നിലപാടുള്ള, ധൈര്യമുള്ള ഒരു പ്രതിപക്ഷ നേതാവിനെ നമുക്ക് കണ്ടെത്താൻ കഴിയില്ല. മാത്രമല്ല, അദ്ദേഹം UDFിന് കിട്ടുന്ന സീറ്റുകളുടെ എണ്ണം അത് കൃത്യമായി അദ്ദേഹം പ്രെഡിക്റ്റ് ചെയ്യുകയും ചെയ്തു. 100-ലധികം സീറ്റുമായി UDF അധികാരത്തിൽ വരുമെന്ന് അദ്ദേഹം കൃത്യമായി പറഞ്ഞു വെച്ചു. അദ്ദേഹം പറഞ്ഞതുപോലെ തന്നെ 101 സീറ്റോടുകൂടി UDF അധികാരത്തിലേക്ക് കയറുകയാണ്. അതുമാത്രമല്ല, UDF എങ്ങാനും തോറ്റുകഴിഞ്ഞാൽ അതിന്റെ പൂർണ്ണമായ ഉത്തരവാദിത്വം താൻ ഏറ്റെടുക്കുമെന്നും അദ്ദേഹം പറഞ്ഞു വെച്ചു. അതും കഴിഞ്ഞില്ല. UDF തോറ്റാൽ താൻ തന്റെ എല്ലാ രാഷ്ട്രീയ പ്രവർത്തനവും അവസാനിപ്പിച്ച് രാഷ്ട്രീയ വനവാസത്തിന് പോകുമെന്ന് പോലും അദ്ദേഹം പറഞ്ഞു വെക്കുകയുണ്ടായി. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ഈ ഒരു തെരഞ്ഞെടുപ്പിൽ UDF എങ്ങാനും തോറ്റിരുന്നുവെങ്കിൽ, ഇനി അതും പോട്ടെ, കിട്ടേണ്ട UDFിന്റെ സീറ്റുകളുടെ എണ്ണം 100-ന് താഴെ പോയിരുന്നുവെങ്കിൽ എന്താകുമായിരുന്നു അദ്ദേഹത്തിന്റെ അവസ്ഥ? സ്വന്തം പാർട്ടിയിലുള്ളവർ പോലും അദ്ദേഹത്തെ കുറ്റപ്പെടുത്തുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ കടന്നു പോകുമായിരുന്നു. എല്ലാം നിങ്ങളുടെ കുഴപ്പമാണ് എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാ കുറ്റവും തെറ്റും അദ്ദേഹത്തിന്റെ തലയിൽ കെട്ടിവെക്കുമായിരുന്നു. പക്ഷേ UDF അധികാരത്തിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് എന്തുകൊണ്ടും യോഗ്യനായ ആ മനുഷ്യനെ ഒഴിവാക്കുന്നതിനോട് ഒരിക്കലും യോജിക്കാൻ കഴിയില്ല. വളരെയധികം മോശമായ ഒരു പ്രവർത്തനമാണിത്. ഇത് ആ പാവം മനുഷ്യനോട് ചെയ്യുന്ന ഒരു ക്രൂരതയാണ്. വർഗീയ ശക്തികൾ കേരളത്തിന്റെ സമാധാനം തകർക്കാൻ ശ്രമിക്കുമ്പോൾ അതിനെതിരെ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാട് സ്വീകരിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു വെച്ചു. വോട്ട് നഷ്ടപ്പെട്ടാൽ വോട്ട് പോകട്ടെ എന്ന് വിചാരിക്കണം. തെരഞ്ഞെടുപ്പിൽ തോറ്റാൽ തെരഞ്ഞെടുപ്പിൽ തോറ്റു പോകട്ടെ എന്ന് വിചാരിക്കണം. മതേതരത്വത്തിൽ തൊട്ട് കളിച്ചാൽ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടെടുത്ത് വാക്കു പറഞ്ഞാൽ വാക്കായി അതിന്റെ കൂടെ നിൽക്കണം. കഷ്ടപ്പെട്ടത് മുഴുവനും അദ്ദേഹമാണ്. അതുകൊണ്ട് പടം നയിച്ചവൻ തന്നെ കേരളം നയിക്കട്ടെ.